വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 ദൈവിക പുണ്യങ്ങളെക്കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്. ഈ 3 ദൈവിക പുണ്യങ്ങൾ ഈ കുഞ്ഞ് ജോസഫിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തെ എങ്ങനെ പ്രകാശമാനമാക്കി എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 10 കൊല്ലങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് ജോസഫ് വിമൽ എന്ന എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 16 ദിവസമുള്ള കുഞ്ഞ്. ഇതെൻ്റെ 5ാമത്തെ കുഞ്ഞാണ്. 2 ആൺകുട്ടികൾക്കും 2 പെൺകുട്ടികൾക്കും ശേഷം ഒത്തിരി വർഷത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ശേഷം ഈശോ ഞങ്ങൾക്ക് തന്നതാണ്. കഴിഞ്ഞ നോയമ്പ് കാലത്ത് കത്തീഡ്രൽ പള്ളിയുടെ അഴീക്കോട് പദയാത്ര, അതിൽ ഞാൻ പങ്കെടുത്ത് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. ഒരുപാട് പേരോട് പ്രാർത്ഥന സഹായവും ചോദിച്ചിരുന്നു. ഈ വർഷം ഒത്തിരി നന്ദിയോട് കൂടിയിട്ട് അതേ സമയത്ത് എത്തി നിൽക്കുമ്പോൾ വിശുദ്ധ തോമാസ് ശ്ലീഹായോട് ഒരുപാട് നന്ദിയുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വിശുദ്ധ തോമാസ് ശ്ലീഹ മധ്യസ്ഥം വഹിച്ച് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കുഞ്ഞു ജോസഫിനെ തന്നു എന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇവനെ ഗർഭത്തിലായിരുന്ന സമയത്ത് മുഴുവനും എല്ലാ ദിവസവും തന്നെ, വിരലിലുണ്ടാവുന്ന ഏതെങ്കിലും ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു. ഒത്തിരി കൃതജ്ഞതയോട് കൂടിയിട്ട് അത് ഞാനിവിടെ ഓർത്തെടുക്കുകയാണ്. ഞങ്ങൾ കുടുംബം ഒന്നിച്ച് എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെയാണ് പരിശീലിപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ ഞങ്ങളുടെ കുടുംബം ഒന്നിച്ചും എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അപ്പം ഈശോ ഇവനെ തന്ന സമയത്തും ഇതുപോലെ തന്നെ ഗർഭകാലം മുഴുവനും തന്നെ വിരലിലെണ്ണാവുന്ന ഏതെങ്കിലും ദിവസം, എനിക്ക് തോന്നുന്നു ഒരു 5-ൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് എനിക്ക് വിശുദ്ധ ബലി മുടങ്ങാനായിട്ട് ഇടയായിട്ടുള്ളത്. ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈശോയെ കുഞ്ഞെൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞിട്ടും എനിക്ക് വിശുദ്ധ കുർബാന മുടങ്ങാനായിട്ട് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. ഈശോ എങ്ങനെയെങ്കിലും എനിക്ക് വിശുദ്ധ കുർബാന മുടങ്ങാണ്ട് നോക്കി തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചതിലും വളരെ 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 മനോഹരമായ രീതിയിൽ തന്നെ ഒറ്റ ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങാതെ നാളിതുവരെയും, ഇപ്പം ഇവന് 16 ദിവസമായി, എനിക്ക് ഒരൊറ്റ ദിവസം പോലും വിശുദ്ധ കുർബാന ഈ പ്രസവത്തിൻ്റെ പേരിൽ പോലും മുടങ്ങേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് ഒത്തിരി നന്ദിയോട് കൂടിയിട്ട് ദൈവസമക്ഷം പറയാനുള്ളൊരു കാര്യമാണ്. കുടുംബജീവിതം എന്നുള്ളത് വലിയൊരു സന്തോഷത്തിൻ്റെയും ഒരു സെക്യൂർ ഫീലിങ്ങിൻ്റെയും വലിയൊരു വൺനെസ്സിൻ്റെയും അനുഭവമാണ് എന്നുള്ളത് ഞങ്ങളുടെ പേഴ്സണൽ അനുഭവത്തിൽ നിന്നും പറയാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒത്തിരി നന്ദിയോടെ ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതായത് ഈ കുടുംബത്തിൽ ചെലവിടുന്ന ഓരോ സമയവും നമ്മൾ പിന്നീട് ഓർത്ത് ദൈവമേ എത്ര ഭംഗിയുള്ള, എത്ര സുന്ദരമായ സമയങ്ങളായിരുന്നു എന്നുള്ളത് നമുക്ക് അങ്ങനെ റീകളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒത്തിരി നന്ദിയോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. വാവ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നതാണ് ഇവൻ്റെ ബർത്ത് വളരെ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആവണം എന്നുള്ളത്. അപ്പം ഞങ്ങൾ ഒത്തിരി അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു, ഒരുപാട് പഠിച്ചിരുന്നു. അപ്പം ഒത്തിരി പ്രത്യാശയോടു കൂടി തന്നെ ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ബർത്തിങ് എക്സ്പീരിയൻസ് എനിക്ക് ഈശോ തരും, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് പ്രത്യാശയോടെ ഞാൻ എല്ലാവരോടും തന്നെ പറഞ്ഞിരുന്നു. ഈശോ വാക്ക് പാലിച്ചു. ഒത്തിരി സ്നേഹത്തോടെ തന്നെ ഈശോ അത് കൂടെ നിൽക്കുന്ന ഒരു അനുഭവം പ്രദാനം ചെയ്തു. ഒത്തിരി പോസിറ്റീവായിട്ട് വളരെ ഒരു സെലിബ്രേഷൻ്റെ അറ്റ്മോസ്ഫിയറിൽ തന്നെ വളരെ മനോഹരമായൊരു ബർത്തിങ് ചാപ്റ്റർ എനിക്ക് ഈശോ അനുഗ്രഹിച്ചു. അതിന് ഒരുപാട് ഈശോയോട് നന്ദി പറയുന്നു. ഒരു കുഞ്ഞിൻ്റെ ജനനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു പോസിറ്റിവിറ്റി, ഒരു വെൽക്കം ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് വർണ്ണിക്കാനാവാത്തതാണ്. അപ്പം കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിലമതിക്കാനാവാത്ത ദാനങ്ങളാണ്. നമുക്ക് പകരം വയ്ക്കാൻ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. അത്രയും ഏറ്റവും സ്പെഷ്യലായിട്ട് ദൈവം തരുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും മധ്യസ്ഥം എടുത്തു പറയേണ്ട ഒന്നാണ്. ഈ ദൈവിക പുണ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കൊന്തയിൽ ഈ 3 പുണ്യങ്ങൾക്കായിട്ട് നമ്മൾ പ്രത്യേകം തുടക്കത്തിലേ പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ 3 പുണ്യങ്ങളിൽ അടിയുറച്ച് വളരാനുള്ള ഗ്രേസ് നമുക്ക് ഈശോയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു തരും എന്നുള്ളത്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും ഭക്തി നമ്മൾ ശീലിക്കുമ്പോൾ നമുക്ക് ഈ പുണ്യങ്ങളിൽ വളരാനുള്ള ആ ഒരു ദൈവകൃപ തിരുക്കുടുംബം നമുക്ക് വാങ്ങിച്ചു തരും. അപ്പം പ്രിയ കുട്ടികളെ, നിങ്ങളെല്ലാവരും തന്നെ ഈ 3 ദൈവിക പുണ്യങ്ങൾ
ശീലിക്കുന്നവരായി അതിൽ വളരുന്നവരായിട്ട് ഉത്തരോത്തരം വർദ്ധിച്ച് ഈ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരിശീലിക്കപ്പെടുന്നതായിട്ട് അനുഭവിക്കുമാറ് നമ്മൾ ജീവിക്കുവാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.